എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. അസ്സാം വലൈക്കും. അഭിമാനത്തിൻ്റെ ദിവസം തന്നെയാണ് ഇന്ന്, നേരത്തെ പറഞ്ഞതുപോലെ. കാരണം പ്രക്ഷേപണം ഒരു കലയാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ചന്ദ്രസേനൻ സാറാണ്. പക്ഷേ കുഞ്ഞു നാവിൽ നിന്ന് വരുന്ന ഒരു മുറിഞ്ഞ വാക്കിന് പോലും നിഷ്കളങ്കതയിലൂടെ ശ്രോതാക്കളുടെ മനസ്സിൽ ഇടം നേടാൻ പറ്റുമെന്ന് പഠിപ്പിച്ചു തന്നത് ഈ കുഞ്ഞുമക്കളാണ്. വാക്കുകൾ എനിക്കിപ്പോൾ മുറിഞ്ഞു പോകുന്ന അവസ്ഥ. കാരണം പുതിയൊരു അനുഭവമായിരുന്നു. 4 വർഷം ഞങ്ങളൊക്കെ വലിയ എന്തോ ടാസ്ക് പോലെ ചെയ്ത കാര്യമാണ് ഈ മക്കൾ ഇന്ന് പുഷ്പം പോലെ ചെയ്തിട്ട് പോയത്. ഞങ്ങളൊക്കെ ശരിക്കും ഞെട്ടി. ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ, ശരിക്കും പറയുന്നത്. ഇപ്പോൾ ഇവരുടെ ഗ്രൂമിങ്ങിനെ പറ്റി പറയുകയാണെങ്കിലും സല്ലാപ സരിഗമ ചെയ്ത് സാറ് നേരത്തെ പറഞ്ഞു 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ വരെ ഇതിലുണ്ടായിരുന്നു എന്ന്. അത് എൻ്റെ കുട്ടിയാണ്. സല്ലാപ സരിഗമയിൽ അത് പറയുമ്പോൾ ഒരു കഥ കൂടി പറയണം. 2016 സല്ലാപ സരിഗമ തുടങ്ങിയത്. ആ വർഷം ഞങ്ങളൊരു കൊച്ചു മിടുക്കൻ്റെ ശബ്ദം അപ്രതീക്ഷിതമായിട്ട് കേൾക്കുകയാണ് സല്ലാപ സരിഗമയിൽ. ശ്രോതാവായിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അന്ന് ഞാനും ശരത്തുമാണ് പ്രോഗ്രാം ചെയ്തിരുന്നത്. അപ്പം ഞങ്ങൾ ചോദിച്ചു, അച്ഛനും അമ്മയൊക്കെ അടുത്തുണ്ടോ? ചിലപ്പോൾ കുട്ടികൾ വെറുതെ എടുത്ത് ഡയൽ ചെയ്തതായിരിക്കും. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ഇല്ല എനിക്ക് പാട്ടൊക്കെ അറിയാം. ഞങ്ങൾ ചോദിച്ച എല്ലാ പാട്ടും അവൻ കറക്റ്റായിട്ട് പറഞ്ഞ് വിജയിക്കുകയും ചെയ്തു. ആ മാധവാണ് ഇന്ന് സല്ലാപ സരിഗമ അവതരിപ്പിച്ചത്. ഇതൊക്കെ ശരിക്കും കുറേ കാലം കഴിയുമ്പോൾ എഴുതപ്പെടേണ്ട കാര്യങ്ങളാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. മാധവൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്രൂമിങ്ങിന് വന്ന സമയത്ത് ഞാനാണെങ്കിൽ നേരത്തെ ക്വസ്റ്റ്യൻസൊക്കെ, കുട്ടികളല്ലേ അവർക്ക് അറിയുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചു നമ്മുടെ ക്വസ്റ്റ്യൻസൊക്കെ എടുത്ത് കുട്ടികൾക്ക് പാടാൻ പറ്റുന്ന പാട്ടൊക്കെ എടുത്ത് ചെന്നു. അപ്പോൾ നൂറയും മാധവും വന്നു. മാധവ് ഒരു പുസ്തകം എടുത്ത് മുന്നിൽ വയ്ക്കുക. എന്നിട്ട് പറഞ്ഞു, ആൻറ്റി ഞാൻ 4 റൗണ്ടിന് 4 പാട്ടുകൾ വെച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഇത് പോരേന്ന്. പിന്നെ നമ്മൾ എന്ത് പറയാൻ. അതുപോലെ തന്നെ നൂറ വളരെ അനുഗ്രഹീതയായ ഒരു കലാകാരിയാണ്. നല്ല ഭാവിയുള്ളൊരു കുട്ടിയാണ്. ശരിക്കും ഒരു ബ്ലെസ്ഡ് വോയിസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഉള്ളൊരു കുട്ടിയാണ്. അപ്പോൾ കഠിന പ്രയത്നത്തിലൂടെയും ഇങ്ങനെ മുന്നോട്ട് പോയി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ ആശംസിക്കുന്നു. മോള് ഓൾ ദി വെരി ബെസ്റ്റ്. പിന്നെ സമീക്ഷ ചെയ്ത കുട്ടി റിൻഷി ഇബ്രാഹിം. റിൻഷിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു നമ്മൾ നാട്ടിലൊക്കെ പറയില്ലേ, വീട്ടിൽ കൊണ്ടുപോയി വളർത്താൻ കൊള്ളാമെന്ന്, അങ്ങനത്തെ ഒരു മോളാണ്. അത്ര ഒതുക്കവും പക്വതയുള്ള, ഒരു റേഡിയോ ടോക്ക് എന്നതിലുപരി ഒരു മെഡിക്കൽ ടോക്കാണ്, ഹെൽത്ത് ടോക്കാണ്. അപ്പോൾ അതിൽ അബദ്ധം നമുക്ക് ചോദിക്കാൻ പറ്റില്ല. വളരെ സെൻസോട് കൂടി ഒരു ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ എല്ലാ ഗൗരവവും ഉൾക്കൊണ്ട് തന്നെയാണ് റിൻഷി അതിന് വേണ്ട ചോദ്യങ്ങൾ ഒരുക്കിയതും ഡോക്ടറോട് ഇൻട്രാക്ട് ചെയ്തതും. റേഡിയോ പ്രക്ഷേപണം എന്ന് പറയുന്നത് ഇവർക്ക് പുതിയൊരു കാര്യമാണ്. വെറുതെ ഒരു ടോക്ക് അല്ലല്ലോ. അതിൻ്റെ പരസ്യത്തിൻ്റെ ടൈമിംഗ് നോക്കണം, കോള് വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യണം. വളരെ ഭംഗിയായി ചെയ്തു. നമുക്കൊരു ടെൻഷൻ പോലും തരാതെ വെറുതെ അടുത്തൊന്നും നിന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് ശരിക്ക് ആസ്വദിക്കുകയായിരുന്നു ആ ഒരു ഹെൽത്ത് ടോക്ക് പോലും. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ കൂടെ വന്ന ആ 3 മക്കൾക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. എൻ്റെ പരിപാടി ഇത്രയും ഭംഗിയായിട്ട് നിങ്ങളിന്ന് ചെയ്തതിന്. പിന്നെ ഇവിടെ വന്നിട്ടുള്ള പാരൻസിനോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങളൊക്കെ പല സ്ഥലത്ത് നാലയിൽ നിന്ന് വന്നവരുണ്ട്, അബുദാബിയിൽ നിന്നുള്ളവരുണ്ട്. ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു എമിറേറ്റാണ് UAE. അപ്പോൾ അതിൽ നിന്ന് ഈ 18 കുട്ടികൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ മറ്റു കുട്ടികളിൽ നിന്ന് അവർ തീർച്ചയായിട്ടും വ്യത്യസ്തരാണ്. എന്തോ ഒരു എക്സ്ട്രാ എലമെൻ്റ് അവർക്കുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് കണ്ടെത്തി അതിനെ മോൾഡ് ചെയ്ത് അതിനെ ഏറ്റവും ഉയരത്തിലെത്താൻ നിങ്ങളുടെ ഒരു സപ്പോർട്ട് തീർച്ചയായും വേണം. അതില്ല എന്നല്ല, അതുള്ളതുകൊണ്ടാണ് അവരിന്ന് ഇവിടെ ഇരിക്കുന്നത്. കാരണം ഓഡീഷൻ ഈ കുട്ടികൾ വന്ന ദിവസം തൊട്ട് നിങ്ങളെല്ലാവരും എടുക്കുന്ന ഒരു സ്ട്രഗിൾ നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് അവരുടെ ശബ്ദം അവതാരകരായി എയറിലൂടെ പോയ സമയം വരെ നിങ്ങളെടുത്തൊരു സ്ട്രഗിൾ. സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല അച്ഛനമ്മമാരും ലീവ് എടുത്തു, മക്കളെ കൊണ്ടാക്കി തിരിച്ചു വന്നു, ഗ്രൂമിങ്ങിന് 2ഉം 3ഉം തവണ വന്നു. അതൊരു മടിയില്ലാതെ. അത് ഈ റേഡിയോയോടും അല്ലെങ്കിൽ ഈ ഒരു മേഖലയോടുള്ള നിങ്ങളുടെ താല്പര്യമാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ മക്കളെ അതിൽ കാണാനുള്ളൊരു ആഗ്രഹം, അത് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു എല്ലാ ആഴത്തിലും തന്നെ ഞങ്ങൾക്കത് മനസ്സിലാവുന്നു. അതിന് വേണ്ടി സഹകരിച്ച പേരൻസിനൊരു വലിയ സല്യൂട്ട് പറയാണ്. കാരണം അവസരങ്ങൾക്ക് യാതൊരു പഞ്ഞവും ഇല്ലാത്ത കാലമാണ്. കുട്ടികളത് അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ കണ്ണും കാതും ഒക്കെ തുറന്ന് നിങ്ങളിരുന്ന് റേഡിയോയിലൊരു പരസ്യം കേട്ട് ഉടനെ അവരെ ഓഡീഷന് കൊണ്ടുവന്നു. അപ്പോൾ അത് ചെറിയൊരു കാര്യമില്ല. ഇതിപ്പോൾ പറയാൻ കാരണം 2013 തൃശ്ശൂർ ആകാശവാണിയിൽ അവതാരകരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞൊരു പരസ്യം കൊടുത്തു. അത് എൻ്റെ അമ്മ കേട്ടതുകൊണ്ടാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അറിയില്ല ഇവരൊക്കെ ഇനി ഭാവിയിൽ എവിടെ എത്തുന്നു, ഏതൊക്കെ മേഖലയിലേക്ക് പോകുന്നു ഉള്ള കാര്യം. അപ്പോൾ നിങ്ങളെല്ലാവരും അച്ഛനമ്മമാരോട് പറയാനുള്ള ഒരു കാര്യം അത് തന്നെയാണ്. മറ്റൊന്ന്, ഇവരെ റേഡിയോ കേൾക്കാൻ തീർച്ചയായിട്ടും പറയും. ഇതിൽ കുറേ കുട്ടികളൊക്കെ റേഡിയോ കേൾക്കുന്നവർ തന്നെയാണ്. നമ്മുടെ റേഡിയോ കേൾക്കണം എന്നൊന്നും പറയുന്നില്ല, നല്ല റേഡിയോ കേൾക്കുക. നിങ്ങൾക്ക് തീരുമാനിക്കുക ഏതാണ് നല്ല റേഡിയോ എന്ന്. കാരണം മറ്റൊന്നുമല്ല, റേഡിയോ ഒരു സംസ്കാരമാണ്.
അത് കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും ഇവർക്ക് മനസ്സിലാവുക. റേഡിയോ സ്ഥിരം കേൾക്കുന്ന ഒരാളുടെ സംസാരത്തിലും പ്രവൃത്തിയിലും ഒക്കെ ആ ഒരു സംസ്കാരം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നത് പോലെ തന്നെ നല്ല ഭാഷയും നല്ല സംസ്കാരവും കൊടുത്ത് അവരെ വളർത്തുക. ഇനി മക്കളോട് പറയാനുള്ള വേറൊരു കാര്യം, ചേച്ചി എൻജിനീയറിംഗ് പഠിച്ച ആളാണ്. അപ്പോൾ പലരും ചോദിക്കും പഠിച്ചതും ഇപ്പോൾ പ്രവർത്തിക്കുന്ന ജോലിയും തമ്മിലൊരു ബന്ധവും അത് വഴിതെറ്റി വന്നതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരിക്കലും അല്ല. അപ്പോൾ ചോദിക്കും വഴിതെറ്റി പഠിക്കാൻ പോയതാണോ എന്ന്. അതുമല്ല. അപ്പോൾ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ കോഴ്സിന് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോവുക. പക്ഷേ ഞാൻ പറയുകയാണ്, ഇവിടെ ഇരിക്കുന്ന ഈ 18 കുട്ടികൾ മറ്റു കുട്ടികളെ പോലെയല്ല. ഒരു എഞ്ചിനീയറോ ഡോക്ടറോ അല്ലെങ്കിൽ ടീച്ചറോ മാത്രമായി ഒതുങ്ങേണ്ട കുട്ടികളല്ല. ഇവർക്കൊരു എക്സ്ട്രാ ടാലൻ്റ് ഉണ്ട്. ഇവരെ നല്ലൊരു കോഴ്സ് പഠിപ്പിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ അവരെ സേഫ് ആക്കുക. അതോടൊപ്പം തന്നെ അവരുടെ ആ ഒരു എക്സ്ട്രാ പവറിനെ നിങ്ങൾ മാതാപിതാക്കളുടെ സഹായത്തോടു കൂടി ഇഗ്നൈറ്റ് ചെയ്ത് ഏറ്റവും ഉയരത്തിലെത്താൻ വേണ്ടി പരമാവധി പ്രയത്നിക്കുക. നിങ്ങൾക്കതിന് സാധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു കാര്യം കൂടി, നിങ്ങളുടെ പുറകിലൊക്കെ നിങ്ങളുടെ അച്ഛനമ്മമാരിയ്ക്കുന്നുണ്ട് അല്ലേ? പക്ഷെ അവരിപ്പോൾ നിങ്ങളെക്കാൾ ഒരു 5-6 സ്റ്റെപ്പ് ഉയരത്തിലായിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയോ? അവരുടെ സ്വപ്നമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. മക്കൾക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു വലിപ്പം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അവരൊക്കെ സ്വപ്നം കണ്ട ഒരു കാര്യമായിരിക്കുന്നു നിങ്ങളിലൂടെ നടന്നിട്ടുണ്ടാവുക. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അല്ലേ? അപ്പോൾ അച്ഛനും അമ്മയ്ക്കും നിങ്ങളെ ഓർത്ത് അഭിമാനിക്കാനുള്ളൊരു മുഹൂർത്തമാണിത്. ഭാവിയിൽ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അത് ആലോചിക്കും, ഞാനിത് ചെയ്ത അച്ഛനും അമ്മയ്ക്കും അഭിമാനം ഉണ്ടാവും, അവരെന്നെ ഓർത്ത് സന്തോഷിക്കുമെന്ന്. അപ്പോൾ എന്നും അവർക്ക് ഇങ്ങനെ നെഞ്ചി വിരിച്ചിരിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുക. അവർക്കും നിങ്ങളുടെ നാടിനുമൊക്കെ ഏറ്റവും സന്തോഷമുള്ള മക്കളായിട്ട് വളരുക. എല്ലാവിധ നന്മകളും നേരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു സോ മച്ച്. ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് ഒരു 2 വരി പാട്ടും കൂടെയാവും. ഇനി അത് വേണോ? നമ്മൾ പറഞ്ഞു സല്ലാവസരയും എത്രയും പേരെ ട്രെയിൻ ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞു. എല്ലാവരും നമ്മൾ റേഡിയോയിൽ ദിവസം കേൾക്കുന്നുണ്ട്. എന്നാലും കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് നമ്മുടെ ശ്രോതാക്കളുണ്ട്. അവരോട് കൂടി ഒന്ന് പറയാം, ഒന്ന് പാടാം. കുട്ടികളുടെ കൂടെ കൂടിയാൽ നമ്മളും കുട്ടികളാവെന്ന് പറയാറുണ്ട്. കുട്ടി തന്നെയാണ്, എന്നാലും ചില സമയങ്ങളിൽ മാത്രം. അല്ല, എപ്പോഴും അങ്ങനെ ഇരിക്കുന്നതല്ലേ നല്ലത്. എപ്പോഴും. അപ്പൊ വലിയ പാട്ടൊന്നും വേണ്ട, ഒരു കുട്ടി പാട്ടിന്റെ 2 വരി പാടാം അല്ലേ? നിങ്ങൾ കൂടുവോ കൂടെ? നിങ്ങൾക്കൊക്കെ അറിയുന്ന പാട്ട് തന്നെയാ. ശ്രമിക്കാം അല്ലേ? അതാണ്. വെള്ളാങ്കല്ലിൻ ചില്ലും കൂടുന്നുണ്ടാക്കാം, ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നിന്നും, എന്തേ പോരാത്തു വാവേ വാവാച്ചി, കുന്നിക്കൂരു കുത്തി നുള്ളിപ്പറിച്ചിട്ടു പിന്നിക്കൂരുത്തൊരു മാല തീർക്കാം, തിങ്കൾ കിടാവിനെ തോളത്തെടുക്കുന്ന തങ്കക്കലമാനെ കൊണ്ടത്തരാം, ചിങ്കിരി മുത്തല്ലേ എൻ്റെ ചിത്തിര കുഞ്ഞല്ലേ, കണ്ണാ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം, കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം, കണ്ണാ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം. താങ്ക് യു. ആ വരികളുണ്ടായിരുന്നു ചിത്തിര കുഞ്ഞല്ലേ എന്ന്. അതെ, ഞങ്ങളുടെ ചിത്തിര കുഞ്ഞ് തന്നെയാണ്.